എന്ന് പറയുന്നത് അത് ഏത് സിലബസിൽ മാത്രമാണോ, അല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ സെനറ്റിലും സിൻഡിക്കേറ്റിലും പെൺകുട്ടികൾ വരിക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ്? ഹക്കീം ഫൈസി പലപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചത്, എൻ്റെയിലുള്ള വിദ്യാർത്ഥി എന്താ. അതിനിപ്പോൾ ഞങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ഇന്നലെ പരസ്യമായി പറഞ്ഞല്ലോ സമസ്തയുടെ യാഥാസ്ഥികത്വം മാറണമെന്ന്. ഏതാണ് ഈ യാഥാസ്ഥികത്വം? അത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. ഇവിടെ ഒരു സുന്നി സംഘടന, അദ്ദേഹം സുന്നിയാണ്, സമസ്തക്കാരനാണ് എന്നൊക്കെ പറയുന്നു. ഒരു സുന്നി സംഘടനയ്ക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സമസ്ത ചെയ്യുന്നില്ലേ? സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുന്നിൽ സമസ്തയില്ലേ? എല്ലാ നിലക്കും ഭൗതിക വിദ്യാഭ്യാസം, ലൈഫ് തുടങ്ങി. ഇപ്പം നമ്മുടെ SNECയുടെ കീഴിൽ ലൈഫ് ഉണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ നീറ്റ് കോച്ചിങ് അടക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണത്. അങ്ങനെ വളരെ വിപുലമായി എത്രയോ കാലങ്ങളായി ഈ വാഫി വഫിയ വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ മുന്നിട്ടിറങ്ങിക്കൊണ്ടാണ് കുട്ടികളെ അങ്ങോട്ട് ചേർത്തിരുന്നത്. SKSSFിൻ്റെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിക്കൊണ്ടാണ് ഇതിന് പരസ്യം നടത്തിയിരുന്നത്. നമ്മുടെ ഖത്തീബന്മാർ പള്ളിയിൽ പറഞ്ഞ് അതിനൊക്കെ ഔദ്യോഗികമായി തന്നെ സമസ്തയുടെ കീഴ്ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രചരണവും നടത്തിയത്. ഇതൊക്കെയാണല്ലോ പുരോഗമനം എന്ന് പറയുന്നത്. എന്നാൽ ആ പുരോഗമനത്തിൽ സമസ്ത ഒരു കുറവും വീഴ്ചയും വരുത്തിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും സമസ്തയുടെ മേൽ ആരോപിക്കുന്ന ചില ആരോപണങ്ങൾ, അത് ഇവിടുത്തെ മൗദൂദികളും ഇവിടുത്തെ വഹാബികളും മുജാഹിദുകളും ഒക്കെ ആരോപിക്കുന്ന യാഥാസ്ഥികരാണ് എന്ന്. എന്നാൽ പാരമ്പര്യമായി ഇസ്ലാം അതിൻ്റെ ആ പ്രവാചകരിൽ നിന്ന് കിട്ടിയ ആ പാരമ്പര്യമാണ് തനിമ. ആ ദീൻ നിലനിർത്തണം. എന്നാൽ കാലോചിതമായി ആ അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഇത്തരം പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ സമസ്ത ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഉണ്ടോ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിനോട് അടുത്ത് പെരുമാറി ഈ വാക്കിൽ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഒരു മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്ന പ്രസംഗങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മരിച്ചു പോകുമ്പോൾ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ 1,00,000-ൽ പരം അനുചരന്മാരുണ്ട്. ഇതിൽ ഒരാളാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായത്. സ്വാഭാവികമായും ഒരു രാഷ്ട്രമാകുമ്പോൾ ഒരു ഭരണാധികാരി ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്താ പറയുന്നത്? പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം അനുയായികൾ, സഹാബത്ത് എന്ന് പറയുന്ന നമ്മൾ അനുചരന്മാർ ഈ പള്ളിയിൽ നിന്ന് ദിക്ർ ചെല്ലാനും ഖുർആൻ ഓതാനും ഒന്നല്ല കൂടുതൽ മുൻഗണന നൽകിയിരുന്നത്. അവർ രാഷ്ട്രീയ കാര്യങ്ങൾക്കായിരുന്നു, അവർ ഖലീഫയാവുകയായിരുന്നു എന്ന്. ഈ നിലയ്ക്ക് ഇതൊക്കെ ഒളിച്ചു കിടത്തലാണ്, ഒരു തരം മതരാഷ്ട്രവാദത്തെ ഒളിച്ചു കിടത്തലാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണം നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇത്തരത്തിലുള്ള ഇതിനൊന്നും സമസ്തക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. അതിവിടെ പറയേണ്ട വിഷയങ്ങളല്ല. ഇവിടെ എന്നിട്ട് ഈ രാഷ്ട്രീയത്തെ ഇവിടെ ഞങ്ങളൊന്നും രാഷ്ട്രീയത്തിന് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ചില അത്തരം കാര്യത്തിൽ അവരൊക്കെ പരിഹസിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇതൊക്കെയാണോ ഈ യാഥാസ്ഥികത എങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് പോകാൻ കഴിയും. ഇല്ല ഇല്ല. വിദ്യാഭ്യാസ ഏജൻസിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. സമസ്തക്കാണെങ്കിൽ SNEC എന്ന് പറഞ്ഞിട്ട് സമാന്തരമായിട്ട് വേറൊരു സമാന്തരമായിട്ടുള്ള സെപ്പറേറ്റ് നിയമപരമായിട്ടുള്ള വിദ്യാഭ്യാസ ഏജൻസിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സംസ്ഥാന ഷവറാന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള ഒരു സാധ്യത വേറൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമല്ലേ? ഓക്കെ, ഒന്ന് സംസാരത്തിൽ വന്നതുകൊണ്ട് പറയാണ്. SNEC എന്ന് പറയുന്നത് ഇതിനൊരു സമാന്തരമായിട്ട് ഉണ്ടാക്കിയതല്ല. 85-ാം വാർഷികത്തിൽ തന്നെ അന്നത്തെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദ് പ്രഖ്യാപിച്ച ഒരു സംവിധാനമാണ്. സാഹചര്യങ്ങൾ അതിന് ചില ഓക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് പോവാം. പക്ഷെ സമസ്ത ഇങ്ങനെ ഈ മധ്യസ്ഥന്മാരുടെയും ഇതുവരെയുള്ള ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് തുടരണമെന്ന ഒരുപാട് ആളുകളുടെ ആഗ്രഹം അനുസരിച്ച്, മാത്രമല്ല സമസ്തയുടെ ആശയാദർശങ്ങളും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടേ നടത്താവൂ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരമുള്ള പല സ്ഥാപനങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പേരിൽ സമസ്ത വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ നിർബന്ധിതരാണ്. അത് സമസ്ത തീരുമാനം പറഞ്ഞു. അദ്ദേഹം ഇതുവരെ പറഞ്ഞതനുസരിച്ചും ഇപ്പോൾ പറഞ്ഞതനുസരിച്ചും ഇത് അംഗീകരിച്ച അയാൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അദ്ദേഹം നമ്മളെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് സ്വതന്ത്ര സംഘടനയായിട്ട് പോകും, സമസ്ത സ്വതന്ത്ര സംഘടനയായിട്ട് നിന്നോട്ടെ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അതിന് പകരം അദ്ദേഹം വന്നുകൊണ്ട് സമസ്തയെ ആക്ഷേപിക്കുകയും സമസ്ത എനിക്ക് അവസരം തന്നില്ല എന്ന് പറയുകയും സമസ്തയിൽ ശുദ്ധീകരണം വേണം എന്നൊക്കെ തുടങ്ങിയുള്ള വളരെ മോശമായി ഒരിക്കലും തന്നെ സമസ്തയോട് യോജിക്കാത്ത വിധത്തിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങളതിന് മറുപടി തരാൻ നിർബന്ധിതരായി. അത്രേ ഇവിടെയുള്ളൂ. നമ്മൾ ഇനി അതിന്റെ പിന്നാലെ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അനാവശ്യ വിവാദം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇല്ലാതിരുന്നാൽ മതി. മതരാഷ്ട്രവാദവുമായിട്ട് ഒരിക്കലും സന്ധി ചെയ്യാൻ പറ്റില്ല സമസ്തക്ക്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു സംഘടനയെ ഹക്കീം ഫൈസി അദൃശ്ശേരി
മതരാഷ്ട്രവാദം ഉയർത്തുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരാളുകളായിട്ട് എന്തിനായിരിക്കും സാദിഖലി തങ്ങൾ ഇത്തരം നിരന്തരം മധ്യസ്ഥത്തിന്റെ സംഘടനയുടെ പ്രസിഡന്റായി തുടരാൻ ശ്രമിക്കുന്നത്? അത് ഇരുതോണിയിൽ കാലുവെക്കുന്ന ഒരു ഏർപ്പാടല്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ ഈ സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളും സമസ്തയുടെ നേതാക്കളൊക്കെ കൂടി ഉണ്ടാക്കിയ വലിയൊരു സംവിധാനമാണ്. അതിന്റെ വഴിക്ക് അവർക്കത് സ്വതന്ത്രമായി വിട്ടുകൊടുക്കാൻ പാടില്ല. അവരെ പരമാവധി ഒപ്പം നിർത്തി നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞു ഈ സാദിഖലി ശിഹാബ് അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല നേരത്തെ CC-യുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത്. സ്വാഭാവികമായും CC-യുടെ അധ്യക്ഷൻ സാദിഖലി തങ്ങളാണ്. അങ്ങനെ അധ്യക്ഷൻ അറിയാതെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭരണഘടനാ വിരുദ്ധമല്ല CC-യുടെ. അല്ല, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അത് അവർ പറയേണ്ടതാണ്. അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അറിഞ്ഞൊരു തീരുമാനം എടുത്തതിന് ശേഷം മുഷാവറ ഖണ്ഡിതമായി അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സംവിധാനവുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു വിഷയവുമായി ഒരു മധ്യസ്ഥതയ്ക്ക് സാദിഖലി തങ്ങൾ വരും എന്ന് നമുക്ക് കരുതാൻ വയ്യ. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല ആ വിഷയത്തിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറയാം, നമ്മൾ രണ്ട് വിഷയമാണ് ഇതിലുള്ളത്. സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു മതസംഘടനയാണ്. സമൂഹത്തിന് മതപരമായ ഡയറക്ഷൻ നൽകലാണ് നമ്മുടെ ഉദ്ദേശം. സമസ്ത അംഗീകരിക്കുന്നു എന്ന നിലയിൽ ആരെങ്കിലും അതിൽ പോയി എന്തെങ്കിലും സുഖകരമല്ലാത്ത അല്ലെങ്കിൽ മതത്തിനോട് യോജിക്കാത്തൊരവസ്ഥയിലേക്ക് പോയാൽ അതിന് സമസ്ത ഉത്തരവാദിയല്ല. ഒന്ന്, സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമത്, ഞങ്ങൾക്ക് അള്ളാഹുവിനോട്, സൃഷ്ടാവിനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. നമ്മുടെ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചു. നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ നേതാക്കളും കമ്മിറ്റികളുമാണ്. അവരത് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ടത്, മുഷാവറ ചെയ്യേണ്ടത് ചെയ്തു. അത് എന്ന് ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. അതെ, അതിനെ പൂർണ്ണമായും സംസ്ഥ ഇനി അനാഥമാക്കി വിടുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾ വളരെ വേദനയോടുകൂടെ ഞങ്ങൾക്ക് അതുമായുള്ള ബന്ധം തുടരാൻ പ്രയാസമുണ്ട്.